സാധാരണക്കാരായ ആയിരങ്ങളുടെ ഏക ആശ്രയമാണ് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടും ഈ സർക്കാർ ആതുരാലയത്തിൽ നിന്നും ജനങ്ങൾക്ക് സേവനം ലഭിക്കുന്നില്ല. 1958 ഇവിടെ ഗവൺമെന്റ് ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. ശാസ്താംകോട്ട തടാകത്തീരത്ത് നിരവധി പേരുടെ ജീവൻ അപകരിച്ച ഫോളിഡോൾ ദുരന്തത്തെ തുടർന്നായിരുന്നു ഇവിടെ ആശുപത്രി സ്ഥാപിച്ചത്. ഇപ്പോൾ ആശുപത്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു അന്നത്തെ പട്ടാള ക്യാമ്പ്. ഒരു ഡിസ്പെൻസറിയായി പ്രവർത്തനം തുടങ്ങുകയും പിന്നീട് പ്രൈമറി ഹെൽത്ത് സെന്ററായും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായും പദവി ഉയർത്തപ്പെട്ട ഈ ആശുപത്രിയെ കഴിഞ്ഞ സർക്കാരാണ് താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയത്. അന്ന് 16 പുതിയ തസ്തികകളും സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ താലൂക്ക് ആശുപത്രിയുടെ സ്റ്റാഫ് പാറ്റേൺ പൂർണ്ണമായും ഒന്നും അനുവദിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ നിലവിൽ 11 ഡോക്ടർമാർ ആശുപത്രിക്കുണ്ടെങ്കിലും ഇവരുടെ പടലപ്പിണക്കം മൂലം രോഗികൾക്ക് ചികിത്സ മതിയായ സമയത്ത് ലഭിക്കുന്നില്ല. ഇതുമൂലം കിടത്തി ചികിത്സാ വിഭാഗം കാര്യക്ഷമമല്ലെന്നാണ് പരാതി. IP വാർഡിൽ ഒഴിഞ്ഞ കിടക്കകൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം ആശുപത്രികളുടെ പ്രവർത്തനത്തിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് Y ഷാജഹാൻ അവകാശപ്പെട്ടു. പഞ്ചായത്ത് സമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി പുരോഗതികൾ നമ്മുടെ ഈ ശാസ്താംകോട്ട താലൂക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡയറക്ടറേറ്റുമായിട്ടും അതേപോലെ മന്ത്രിമാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓരോ പ്രപ്പോസൽ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പടിപടിയായി ഈ ഹോസ്പിറ്റലിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. അവകാശവാദവുമായി ഭരണകർത്താക്കൾ രംഗത്തുണ്ടെങ്കിലും അർഹിക്കുന്ന സേവനം ലഭിക്കുന്നില്ലെന്ന പരാതിയിലാണ് നാട്ടുകാർ. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ടെങ്കിലും ശിശുരോഗ വിഭാഗം, ഗൈനക്കോളജി എന്നിവ പലപ്പോഴും പ്രവർത്തിക്കാറില്ല. അധികൃതരുടെ അടിയന്തര ശ്രദ്ധ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.